അപ്പോൾ ഇന്ന് ജെഇ മെയിൻ സെഷൻ 2-ൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മുടെ മോർണിംഗ് സെഷനാണ്. മോർണിംഗ് സെഷൻ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ പോലെ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു എക്സാം, അതോ കുറച്ചുകൂടി ഈസി ആയിരുന്നോ, അതോ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതലെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് സെഷനേക്കാളും സെക്കൻഡാണ് കുറച്ചുകൂടി എളുപ്പം. ലെങ്തി ടൈപ്പ് ഒക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ലെങ്തി ടൈപ്പ് രണ്ടിലും ഉണ്ടായിരുന്നു. ഇതിലാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റി അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റി. കെമിസ്ട്രിക്ക് എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് ചോദിക്കുമായിരുന്നോ? കെമിസ്ട്രി ഫസ്റ്റ് വെച്ച് നോക്കുമ്പം ഇന്നത്തെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേ. മോൻ എങ്ങനെയായിരുന്നു? ഇതുപോലെയൊക്കെ തന്നെയായിരുന്നോ? അതെ, കുഴപ്പമില്ല. മാത്സ് ലെങ്തി ആയിട്ട് തോന്നിയോ? ഓ ഇല്ല, വലിയ കുഴപ്പമില്ല. സെഷൻ 1-ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരുന്നു എളുപ്പം എന്ന് പറയാൻ പറ്റും? അത് ഇതാ എളുപ്പം 1-ആയിട്ട്. അപ്പോൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയോ? ടൈം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ വേറെ 2 പേര് നമുക്കിപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം എളുപ്പമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ടഫായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ടഫായിട്ട് തോന്നിയോ? അധികം ലെവൽ വ്യത്യാസമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പോലെ. മാത്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, ബാക്കിയെല്ലാം അതേപോലെയൊക്കെ തന്നെ. അപ്പോൾ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിരുന്നോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ സെഷനേക്കാളും? മാത്സ് അത്യാവശ്യം ലെങ്തി ആയിരുന്നു. കെമിസ്ട്രിയും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറച്ചും കൂടി പാടായിരുന്നു. ഫിസിക്സ് എല്ലാം അതേ ലെവൽ തന്നെയായിരുന്നു. അങ്ങനെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നോ മോന് ഫീൽ ചെയ്തത്? ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആവറേജ് ലെവലിൽ വെച്ച് നോക്കുമ്പം ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ ലെങ്ത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടിട്ടും ചെയ്യണം തോന്നിയാൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല, അത്രക്കും ലെങ്ത്ത്. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലെങ്ത്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം കൺട്രോൾ ചെയ്യാൻ, ടൈം മാനേജ്മെൻ്റ് ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ലേശം കഷ്ടപ്പെട്ടു, പക്ഷെ ഒപ്പിച്ച്. മാത്സ് കുറച്ച് വിടേണ്ടി വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി എങ്ങനെയായിരുന്നു കൂടുതലും ചോദിച്ചത്? ഇൻഓർഗാനിക് ആയിരുന്നോ, ഓർഗാനിക് ആയിരുന്നോ? ഓർഗാനിക്കും ചോദിച്ചിരുന്നു, ബോണ്ടിങ്ങിനകത്ത് അത്യാവശ്യം ചോദിച്ചിരുന്നു ഇപ്രാവശ്യം. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതിപ്പം ബോണ്ടിങ്ങിനകത്ത് 1 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്രാവശ്യം 3-3-നെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. പിന്നെ ഓർഗാനിക് അതുപോലെ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ സെഷൻ 1 ആയിരുന്നോ സെഷൻ 2 ആയിരുന്നോ നിങ്ങൾക്ക് ഒരു അല്പം ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്? എനിക്ക് സെഷൻ 2 ആണെന്ന് അഭിപ്രായം. മോനോ? എനിക്ക് സെഷൻ 1 ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ചും കൂടി മാത്സ് സെഷൻ 1 കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്രാവശ്യം മാത്സ് ടഫായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് സെഷൻ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ. അത് മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ല. കെമിസ്ട്രി ഇച്ചിരി ടഫായിരുന്നു കമ്പാരിറ്റീവ്ലി. ഫിസിക്സ് എളുപ്പമായിരുന്നു. മാത്സ് ലെങ്തിയാണ്, പക്ഷേ എളുപ്പമായിരുന്നു മിക്കതും. മാത്സ് ജസ്റ്റ് ബ്രില്യൻറ്റിൽ വീക്കിൽ എക്സാം ഇടുന്ന അതേ മോഡലിലുള്ള സാധനം തന്നെ വന്നിരുന്നത്. ഇന്ന് കമ്പാരിറ്റീവ്ലി എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കെമിസ്ട്രി ഇനി ടഫ്, പിന്നെ മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ഫിസിക്സ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇത്തിരി പാടായിരുന്നു ഈ സെഷൻ. കെമിസ്ട്രിയും കുറച്ച് പാടായിരുന്നു, മാത്സ് ഇത്തിരി ലെങ്തി ആയിരുന്നു, ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു. സെഷൻ 1-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് മോഡലേറ്റ് പാടില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാംസ് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ലെങ്തി ടൈപ്പ് ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ക്വസ്റ്റ്യൻ. ബ്രില്യൻറ്റിൽ ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു ആ മോഡലിൽ തന്നെ. ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. ആസ് കമ്പാരിറ്റീവ് ലാസ്റ്റ് എക്സാം ഇറ്റ്സ് വാസ് ഈസി ഫോർ മീ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എക്സാം? കുഴപ്പമുണ്ടായില്ല. ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയാണ് ഡയറക്റ്റ് ചോദിക്കുമായിരുന്നോ അതോ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻ? ഡയറക്റ്റ് ആയിരുന്നു. ഫിസിക്സ് ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. കെമിസ്ട്രി NCERT ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രിക്കി ആയിരുന്നു. മാത്സ് എങ്ങനെയായിരുന്നു? ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ ഫസ്റ്റ് സെഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? മാത്സ് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെഷൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ? സെഷൻ 1 ആയിരുന്നു. മോളിങ്ങനെ കുഴപ്പമില്ല, ഞാൻ നീറ്റാണ്. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യാനൊക്കെ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എക്സാം? കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു, പക്ഷേ എളുപ്പമായതിൻ്റെ അത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കെമിസ്ട്രി പിന്നെ NCERT അതുപോലെ ലൈൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ NCERT നന്നായി വായിക്കുന്നവർക്ക് നന്നായി എഴുതാൻ പറ്റും. ഫിസിക്സും എനിക്ക് 29th ഷിഫ്റ്റ് 1 ആയിരുന്നു, അതിലെ ചില ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീജർ ടൈപ്പും എളുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, കുറവായിരുന്നു. കെമിസ്ട്രിയിലൊക്കെ NCERT ബേസ്ഡ് ആയിരുന്നു. ഫിസിക്സ് ഈസി ആയിരുന്നു. കെമിസ്ട്രി കുറച്ച് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.